ചെസ് ബോർഡിലേക്കൊന്ന് നോക്ക് പോലും ചെയ്യാതെ ഇത്രയും കിടിലനായിട്ടൊരു ഗെയിം ഒരാൾക്ക് കളിക്കാൻ പറ്റുമോ? ഈ ഗെയിം കളിച്ചിരിക്കുന്നത് 1963-ലാണ്. ഇതൊരു ബ്ലൈൻഡ് ഫോൾഡ് സൈമിളാണ്. അപ്പോൾ കളിക്കുന്ന ആൾക്ക് ചെസ് ബോർഡ് കാണാൻ പറ്റില്ല. വൈറ്റ് പ്ലെയർ കളിക്കുന്ന പോൾസൺ എന്ന് പറഞ്ഞ പ്ലെയറാണ്, ബ്ലാക്ക് കളിക്കുന്ന സ്നൈഡർ. അപ്പോൾ പോൾസൺ ആണ് ഇവിടെ ബ്ലൈൻഡ് ഫോൾഡ് കളിക്കുന്നത്. പോൾസൺ തുടങ്ങുന്നത് പോൺ E4, E5, നൈറ്റ് F3, നൈറ്റ് C6, ബിഷപ്പ് C4, ബിഷപ്പ് C5, B4. അപ്പോൾ അത് ഇവാൻസ് ഗാംബിറ്റ് ആണ്. ബിഷപ്പ് വെച്ച് വെട്ടുന്നു, പോൺ C3. ഐഡിയ D4 വന്ന് സെൻറ്ററിൽ നല്ല സ്പേസ് കൊണ്ടുവരിക. ബിഷപ്പ് C5 പോകുന്നു, ക്യാസിൽ ചെയ്യുന്നു. നൈറ്റ് F6 കളിച്ച് ഈ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. D4 കളിച്ച് ഈ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. പോൺ വെച്ച് വെട്ടുന്നു, പോൺ വെച്ച് വെട്ടുന്നു. ബിഷപ്പ് B6 വന്നിട്ട് ഈ ഒരു ഡയഗണൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. E5 കളിച്ച് ഈ ഒരു നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ നൈറ്റ് തിരികെ പോകണമൊക്കെ പാസീവാണ്. ഇവിടേക്ക് പോണതും അത്ര നല്ല ഐഡിയ അല്ല. അതുകൊണ്ട് ഇവിടെ കളിക്കുന്ന മൂവാണ് പോൺ D5. അപ്പോൾ നൈറ്റിനെ അറ്റാക്ക് ചെയ്തപ്പോൾ ബിഷപ്പിനെ തിരിച്ച് അറ്റാക്ക് ചെയ്തു. വൈറ്റ് നൈറ്റിനെ വെട്ടിയെടുക്കുന്നു, ബിഷപ്പിനെ ബ്ലാക്ക് വെട്ടിയെടുക്കുന്നു. ഇവിടെ കളിക്കുന്ന മൂവ്, ഇവിടെ ബ്ലാക്ക് എക്സ്പെക്ട് ചെയ്യണ പോൺ വെച്ച് ഈ പോണിനെ എടുക്കുന്ന, പക്ഷെ വൈറ്റ് ഡീപ്പായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിരുന്നു D5. ഈ നൈറ്റിനെ അറ്റാക്ക് ചെയ്യണം. ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കര റിസ്ക്കിയാണ്. കാരണം ബ്ലാക്കിൻ്റെ അടുത്ത മൂവ് ക്യൂൺ ടേക്സ് F6 ശേഷം ഈ റൂക്കിനെ രക്ഷിക്കാൻ ഒരു വഴിയില്ല. ശ്രദ്ധിക്കാൻ മനസ്സിലാവും, ബിഷപ്പ് ഇവിടെ കൊടുക്കേണ്ടി വരും. റൂക്കിൻ്റെ കാര്യം ഏകദേശം തീരുമാനം. അപ്പോൾ ഇത് വൈറ്റ് കണ്ടില്ല കാരണം എന്താണ്, ചെസ് ബോർഡ് കാണുന്നില്ലല്ലോ, ബ്ലൈൻഡ് ഫോൾഡ് ആണല്ലോ. അങ്ങനെയാണ് ബ്ലാക്ക് വിചാരിക്കുന്നത്. പക്ഷേ വൈറ്റ് ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. പോൺ വെച്ച് നൈറ്റിനെ എടുത്തു. റൂക്കിനെ എടുത്തോളൂ, ഒരു കുഴപ്പമില്ല. റൂക്കിനെ എന്തായാലും വെട്ടി. ഇനി എങ്ങനെ കണ്ടിന്യൂ ചെയ്യും? റൂക്ക് E1 ചെക്ക്. അപ്പോൾ ഇനി കെയർഫുൾ ആവണം. കിങ് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒറ്റ മൂലം വെയിറ്റ് ആയി പോകും. അത്ര നല്ല ഐഡിയ അല്ല. അതുകൊണ്ട് ബിഷപ്പിനെ E6 കൊണ്ടുവരുന്നു. ഇനി രണ്ട് രീതിയിൽ ഫിനിഷ് ചെയ്യാം. ക്യൂൺ D7 ചെക്ക് കളിക്കാം, കാരണം ബിഷപ്പ് വെച്ച് വെട്ടാൻ പറ്റില്ല, റൂക്കിൻ്റെ പിന്നുള്ളതുകൊണ്ട്. ഇവിടെ വൈറ്റ് കളിക്കുന്ന മൂവ് റൂക്ക് ടേക്സ് E6 ചെക്ക്. ഫോഴ്സ്ഫുള്ളി ഇവിടെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. റൂക്കിനെ വെട്ടണം. റൂക്കിനെ വെട്ടിയില്ലെങ്കിലും പണിയാണ്. കിങ് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ക്യൂൺ D7 എന്ന് പറഞ്ഞ മൂവ് ഉണ്ട്. അപ്പോൾ ഐഡിയ ഇവിടെ ചെക്ക്, അടുത്ത ചെക്ക്, റൂക്ക് വെച്ച് ഇവിടെ ബാക്ക് റാങ്ക് മേറ്റ്. ഇതൊക്കെയാണ് ഉദ്ദേശം. കാരണം ഇവിടെ റൂക്കിനെ വെട്ടിക്കഴിഞ്ഞാൽ ബിഷപ്പ് A3 ചെക്ക്, ഓൺലി മൂവ് ക്യൂൺ ടേക്സ് E6 ചെക്ക് മേറ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ സംഭവിക്കും. അപ്പോൾ റൂക്ക് ടേക്സ് E6 ശേഷം ഇവിടെ പോൺ വെച്ച് വെട്ടുന്നു, ക്യൂൺ D7 ചെക്ക്. നേരത്തെ കണ്ട ലൈനിലേക്ക് തന്നെ പോകണം. ബിഷപ്പ് A3 ചെക്ക്. അപ്പോൾ ഇനി ബിഷപ്പ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ബിഷപ്പ് വെറുതെ പോകും. ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ എടുക്കും. കിങ് മാറി ക്യൂൺ ടേക്സ് E6, ഒരു കിടിലനായിട്ടുള്ള മറ്റൊരു ചെക്ക് മേറ്റ്. എങ്ങനെയുണ്ട് ഇത്രയും മനോഹരമായൊരു ഗെയിം ബ്ലൈൻഡ് ഫോൾഡ് കളിച്ചത്? എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം, അടുത്ത വീഡിയോയിൽ കാണാം.